संग है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा उजागर है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा उजागर है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा उजागर है। जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। हालेलुया, സർവശക്തിമാനായ ദൈവം. ഹാലേലുയ, യാക്കോബിന്റെ പരിശുദ്ധൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഹാലേലുയ, സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഹാലേലുയ, മധ്യയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും കരങ്ങളെ അടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാമോ? ഹാലേലുയ, സ്തോത്രം 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 സ്തോത്രം. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹാലേലുയ. നമുക്ക് വചന ചിന്തയിലേക്ക് കടക്കാം. ഹാലേലുയ. മത്തായി എഴുതിയ സുവിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് നാം വായിച്ച വാക്യം. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, ശിഷ്യന്മാർ ചോദിച്ച സംശയത്തിന് കർത്താവ് മറുപടി കൊടുക്കുകയാണ്. എങ്ങനെയാണ് കർത്താവ് തുടങ്ങുന്നത്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനയെ പലപ്പോഴും ലഘൂകരിക്കുന്നതായിട്ട് നാം കാണപ്പെടാറുണ്ട്. ചുരുക്കുകയാണ്. എപ്പോഴും നമ്മുടെ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക്, ഭൂമിയിലെ ആഗ്രഹങ്ങൾക്ക്, ഭൂമിയിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ ഭൂമിയിലുള്ള ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയെ ഒതുക്കുന്നതായിട്ട് നാം കാണും. അപ്പോൾ ഇന്നേ ദിവസം നാം നോക്കുന്നത്, കർത്താവ് പറയുന്നത് ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. കർത്താവ് പറഞ്ഞു തന്നതുപോലെ ഇവണ്ണമാണോ നാം പ്രാർത്ഥിക്കുന്നത് എന്ന് നാം ചെറുതായി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. നാം നമ്മെ തന്നെ ഒരു ആത്മപരിശോധനയിലേക്ക് കൊണ്ടുവരികയാണ്. നാം ഇതുപോലെ തന്നെയാണോ അതോ ഇവണ്ണം തന്നെയാണോ നാം പ്രാർത്ഥിക്കുന്നത് എന്ന് നാം അറിയേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് തുടങ്ങുന്നു സ്വർഗസ്ഥനായ, പ്രാർത്ഥന തുടങ്ങുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നാം ഇത്രയും ഈ വായിച്ച വാക്യങ്ങൾ വെച്ച് നാം പരിശോധിച്ച് നോക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന കർത്താവ് പറയുന്നതിനനുസരിച്ചാണോ, സ്വർഗം ആഗ്രഹിക്കുന്ന തക്ക വിധമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ ആത്മപരിശോധനയിലേക്ക് നാം പോകുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ അർത്ഥവും ആഴവും നാം ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ, അതിനെക്കുറിച്ചുള്ള അറിവിനെ നാം ഒന്ന് അറിയുവാനായിട്ട്, അതിനെക്കുറിച്ചുള്ള ആ കർത്താവിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് നാം മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമുക്ക് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പാദാന്തികെ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ഇന്ന് സമയം ഒരുക്കി തന്നുവെങ്കിൽ, മാറ്റപ്പെട്ട നിമിഷത്തിൽ കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഇങ്ങനൊരു അവസരം നീ ഞങ്ങൾക്ക് ഒരുക്കി തന്നുവെങ്കിൽ, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നീ കൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ നീ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയെ കർത്താവെ ഞങ്ങളൊന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവണ്ണമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവെ ഒന്ന് പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, പൂർണ്ണമായിട്ട് അപ്പന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് വചനത്തിന്റെ ഭാഗത്തിലേക്ക് കടക്കാം.
കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപേ പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യം നാം ആരാണെന്നുള്ളത്. ഹല്ലേലൂയ. നാം ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളുടെ മുൻപിൽ ഇല്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും വൃഥാവായി പോകും. ഹല്ലേലൂയ. നാം എന്താണ്, നമ്മുടെ പദവി എന്താണ്, നാം ഈ ഭൂമിയിൽ അലങ്കരിക്കുന്ന പദവി എന്താണെന്ന് നാം തിരിച്ചറിയാതെ പോയാൽ അവിടെ എന്ത് സംഭവിക്കും? നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലാതായി പോകും. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കാര്യമില്ലാതായി പോകും. ഹല്ലേലൂയ, സ്തോത്രം. നാം നോക്കുകയാണെങ്കിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, നാം തന്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനാൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. ഒന്നാമത് നമ്മെ കുറിച്ച് നോക്കുമ്പോൾ നാം അലങ്കരിക്കുന്ന പദവി, ഹല്ലേലൂയ, മുൻ നിയമിച്ച്, കർത്താവ് ദത്തെടുത്ത് മുൻ നിയമിച്ച മക്കൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി രണ്ടാമതായിട്ട് നാം നോക്കിക്കഴിയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നാം നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറയുന്നു, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നാം ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദോഷികളായ നമ്മൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നമുക്കറിയാം, ഈ കൂട്ടത്തിൽ തന്നെ അനേകം മാതാപിതാക്കളുണ്ട്. ഒരു മാതാപിതാവ് പോലും തങ്ങളുടെ മക്കൾക്ക് ദോഷകരമായ ഒരു കാര്യം ചെയ്യുവാനോ ദോഷമായിട്ടുള്ളത് കൊടുക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എത്രയധികം നന്മയെ തരും എന്നുള്ള ഒരു കാര്യമാണ് ആ വചനത്തിൽ പറയുന്നത്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ കർത്താവ് 11-ാം വചനത്തിന്റെ മുൻപ് പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഹല്ലേലൂയ. കർത്താവ് നല്ല ദാനങ്ങളെ പകരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല, അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുന്ന പിതാവും നമ്മളുടെ ചുറ്റിനുമില്ല. എന്നാൽ പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ നീളുന്നത് എന്തിലേക്കാണ്? നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കർത്താവേ എനിക്ക് തേളിനെ തരണമേ, പാമ്പിനെ തരണമേ എന്നുള്ള രീതിയിലേക്ക് മാറാറുണ്ട്. ആ പ്രാർത്ഥനകളെ പലപ്പോഴും എന്താണ് കർത്താവ് മാറ്റിവെക്കും. കാരണം അവൻ നല്ല ദാനങ്ങളെ തരുന്ന ദൈവമാണ്. നമ്മളുടെ അറിവില്ലായ്മകളുടെ വശങ്ങളിൽ നമ്മൾ കർത്താവിനോട് അങ്ങനെ യാചിക്കുമ്പോൾ കർത്താവ് എന്ത് പറയും? കർത്താവ് അതിനെ മിണ്ടാതിരിക്കും. കാരണം എന്താ? അവൻ നല്ല ദാനങ്ങളെ തരുന്ന ദൈവമാണ്. നാം ഈ ഭൂമിയിൽ ഒരു മാതാവ് പോലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കർത്താവ് എത്രയധികം നല്ല ദാനങ്ങളെ തരും. അപ്പോൾ ഒന്നാമതായിട്ട് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നാം മുൻ നിയമിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട മക്കളാണെന്നുള്ള ഒരു തിരിച്ചറിവ് നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മിലുണ്ടാകണം. രണ്ടാമതായിട്ട് നല്ല ദാനങ്ങളെ തരുന്ന ദൈവത്തോടെയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ബോധ്യവും ഒരറിവും നമ്മിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ തിരിച്ചറിവ് നമ്മിൽ ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വൃഥാവായി പോകും. ഇനി നമുക്ക് പ്രാർത്ഥനയുടെ ആഴത്തിലേക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നാം ഈ പ്രാർത്ഥനയെ നോക്കുമ്പോൾ പിതാവിന്റെ പല ക്വാളിറ്റികളെ കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവിന്റെ ക്യാരക്ടർ, പിതാവിന്റെ സ്വഭാവം. ഹല്ലേലൂയ. പിതാവ് നമുക്ക് വേണ്ടി തരുന്ന കരുതൽ, പിതാവ് നമുക്ക് വേണ്ടി തരുന്ന കർത്താവിന്റെ ഗൈഡൻസ്, കർത്താവിന്റെ പ്രൊവിഷൻ, കർത്താവിന്റെ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ കാണുവാൻ കഴിയുന്നു. ഇനി ഒന്നാമതായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്താവിന്റെ വചനം ഇവിടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ദൈവം സ്വർഗസ്ഥനായ ദൈവമാണ്, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സകലത്തിനും അധികാരിയാണ്. അതായത് സങ്കീർത്തനങ്ങളുടെ ഭാഗത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിന്റെ അധികാരത്തെ മറന്നു പോകുന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകാറുണ്ട്. നാം ചോദിക്കും, കർത്താവെ ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ ആയിരിക്കും? പക്ഷേ നാം ചിന്തിക്കേണ്ടുന്ന കാര്യം, കർത്താവ് പറഞ്ഞിട്ടുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കാരണം അവൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്, അവൻ സകലത്തിനും അധികാരിയാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഈ സകലത്തിനും അധികാരിയായിട്ടുള്ളവൻ ദൈവമാണ്.
ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമുക്ക് വചനത്തിന്റെ ഭാഗങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുൻപിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അവ നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുൻപിലും നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഒന്നാമതായി നാം നോക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ യഹോശാഫാത്ത് എന്താണ് ചെയ്യുന്നത്? യഹോശാഫാത്ത് 9-ാം വാക്യം പറയുന്നു, യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന് മുൻപിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഹല്ലേലൂയ, കർത്താവിനോട് പറയുകയാണ്. അതായത് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ ഒരു അപേക്ഷ എന്നതിലുപരി കർത്താവിനോട് പറയുകയാണ്. ഹല്ലേലൂയ, കർത്താവിനോട് പറയണം. നാം പലപ്പോഴും നാം പറയാതെ മാറി നിൽക്കുമ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ എന്തില്ലാതെ നാം പ്രാർത്ഥന ചുമ്മാതെ വിരളമായിട്ടുള്ള കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് കർത്താവിന്റെ മുൻപിൽ പറഞ്ഞിട്ട് പോകുകയല്ല. നമ്മളുടെ ആവശ്യങ്ങളെ, അവൻ ആരെന്നുള്ള തിരിച്ചറിവ് നാം മനസ്സിലാക്കിക്കൊണ്ട്, അവൻ സ്വർഗത്തിലുള്ള പിതാവാണെന്ന ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ കർത്താവിനോട് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ അവന്റെ മക്കളാണ്, അവൻ നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം നാം നോക്കുകയാണെങ്കിൽ ഇപ്രകാരം അവിടെ പറയുന്നു, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഹല്ലേലൂയ, അവിടെ കർത്താവിന്റെ പ്രവർത്തികളെ, ഹല്ലേലൂയ, കർത്താവിന്റെ വലിപ്പത്തെ, കർത്താവിന്റെ അധികാരത്തെ, ഹല്ലേലൂയ, കർത്താവിന്റെ മുൻപിൽ ധൈര്യത്തോടു കൂടി നിൽക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും സാധിക്കത്തില്ല, മറ്റൊന്നിനും കഴിവില്ല. ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. മാത്രമല്ല, ഇനി നാം വീണ്ടും നോക്കുകയാണെങ്കിൽ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആലയത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനയെ തള്ളിക്കളയാതെ കേട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവിടെ യഹോശാഫാത്ത് പറയുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പ്രത്യേകതകളെയാണ് യഹോശാഫാത്ത് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, നാം പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ എന്ന് വിളിക്കുമ്പോൾ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ, പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ മുൻപിൽ കർത്താവ് പകർന്നു തന്നിരിക്കുമ്പോൾ, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവും ആകുമ്പോൾ, പാദപീഠത്തിൽ നിന്നുകൊണ്ട് നാം സ്വർഗത്തിലേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവത്തിന് ഇത്രയും പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ള ചിന്തയോടെ വേണം നാം കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ അരികിൽ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ, വെറുതെ സംസാരങ്ങൾ മാത്രമായി പോകാതെ, വെറുതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാകാതെ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അധികാരത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പ്രവൃത്തിയെയും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അത്ഭുതത്തെയും അധികാരത്തെയും ഓർത്തുകൊണ്ട് വേണം കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥന കഴിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നാം തുടർന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു, ശലോമോന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ നമുക്ക് ശലോമോന്റെ ഒരു പ്രാർത്ഥനയും ഇവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ല, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? കർത്താവ് പറഞ്ഞതിൽ ദാവീദിന്റെ ഇഷ്ടപ്രകാരം, കർത്താവിന്റെ കൃപയോടുകൂടി ദാവീദിന്റെ ഇഷ്ടത്തെയും ഓർത്തുകൊണ്ട് ശലോമോൻ പണി കഴിപ്പിച്ച ആലയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ശലോമോൻ പറയുകയാണ്, സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ല, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അവിടെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഈ ഭൂമിയിൽ ഒരു പണി കഴിക്കുന്ന ഒരു ആലയത്തിൽ അല്ലെങ്കിൽ പണി കഴിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ കർത്താവിനെ ആരാധിക്കുവാനോ അവിടെ ഒതുങ്ങുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. അവൻ സ്വർഗാതി സ്വർഗത്തിലുള്ളവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നാം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ 3:17
മൂന്നാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ശലോമോൻ ഉണ്ടായിരുന്ന ആ തിരിച്ചറിവ് വളരെ വലുതാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, എത്രയും സ്നേഹത്തോടു കൂടിയാണ് കർത്താവ് നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എത്രയും സ്നേഹത്തോടു കൂടിയാണ് അവന്റെ ആത്മാവ് നമ്മിൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള ഓരോ നന്മകളെയും ധ്യാനിച്ചുകൊണ്ട് വേണം, അവന്റെ അധികാരത്തെ ഓർത്തുകൊണ്ട് വേണം. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വേണം, ഹല്ലേലൂയ, നാം അവനോട് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, യഹോശഫാത്ത് അവിടെ ഇപ്രകാരം വീണ്ടും പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കവിടെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, ഈ ആലയത്തിന്റെ മുൻപിലും നിന്റെ സന്ധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മാത്രമല്ല 7-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. ഇവിടെ യഹോശഫാത്ത് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന് അവകാശത്തെ ശാശ്വതമായി കൊടുത്ത ഒരു ദൈവത്തെയും അവിടെ കാണുവാൻ കഴിയുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്തയും അത് തന്നെയാണ്. കാരണം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. യഹോശഫാത്ത് പ്രാർത്ഥിച്ചപ്പോൾ യഹോശഫാത്തിന് പറയുവാൻ കഴിയും, അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ ഉള്ളതാണ്, ഇസ്രായേൽ മക്കളാണ് എന്നുള്ളത്. പക്ഷെ നാം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയത്തില്ല. പക്ഷേ പറയുവാൻ കഴിയും. എങ്ങനെയാണ്? ക്രിസ്തുയേശുവിൽ കൂടി നമുക്കൊരു വീണ്ടെടുപ്പ്, ഒരു വിമോചനം, അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള ഒരു പേര് നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. അവന്റെ കാൽവറിയുടെ സ്നേഹത്തിലൂടെ, അവന്റെ കൃപയിലൂടെ, ഹല്ലേലൂയ, സ്തോത്രം, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ഹല്ലേലൂയ, വികൃതമായി തീർന്ന നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി നമുക്ക് മരിച്ചൊരു കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിച്ചുവെങ്കിൽ അത് അവൻ നമുക്ക് വേണ്ടി തന്നിരുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞിട്ടും, മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിച്ചിട്ടും, ഹല്ലേലൂയ, മറ്റുള്ളവർ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോഴും, പാപത്തിന്റെ കുഴിയിലായിരുന്നപ്പോഴും, ചേച്ചിന്റെ കുഴിയിലായിരുന്നപ്പോഴും, ഹല്ലേലൂയ, ആരും തിരിഞ്ഞു നോക്കുവാൻ ഒരു ഇടമില്ലാതെ ആയിരുന്നപ്പോഴും കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. അവന്റെ സ്നേഹം നമ്മളിൽ ആക്കി. ഹല്ലേലൂയ. അവന്റെ കൃപ നമ്മളുടെ മേൽ പകർന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ അബ്രഹാമിന്റെ ഒരു അവകാശം, അബ്രഹാമിലൂടെ ഒരു അവകാശം നമുക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. ക്രിസ്തുയേശുവിലൂടെ അബ്രഹാമിന്റെ ജാതിയിൽപ്പെടുന്ന ഒരു അവകാശം, ഇസ്രായേലിന്റെ ഒരു അവകാശം നമുക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരിച്ചറിവെല്ലാം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഒന്ന്, അവൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവൻ സർവ്വത്തിനും അധികാരിയായവനാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കുമ്പോൾ, ജാതികളെ നോക്കുമ്പോൾ, അവർ കേൾക്കാത്ത ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, കണ്ണുണ്ടായിട്ടും കാണാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ, ചെവിയുണ്ടായിട്ടും കേൾക്കാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ, നമ്മളുടെ ദൈവം സകലതും കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മളുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ സകലത്തിനും അധികാരിയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒന്നിലും കൂടിയിരിക്കുന്ന ഒരു ദൈവമല്ല. പക്ഷേ അവൻ തന്റെ സ്നേഹം മൂലം ക്രിസ്തുയേശുവിലൂടെ അബ്രഹാമിന്റെ അവകാശത്തെ നമ്മൾക്ക് നൽകി നമ്മുടെ ഹൃദയത്തിൽ നാം ആയിരിക്കുന്ന മന്ദിരത്തിൽ നിന്ന് വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും വാക്കുകളുടെ ഒരു കൂട്ടമായി തീരാതെ തിരിച്ചറിവോടുകൂടി സ്വർഗസ്ഥനായ പിതാവിനെ ആരാധിക്കുവാൻ നമുക്കിടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും കർത്താവിന്റെ വചനം പറയുമ്പോൾ, ഞാൻ മന്ദിരമാണ്, എന്നെ പണിത ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, തന്റെ സുപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി സുപുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട്, മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ തിരിച്ചറിവോടുകൂടി അവൻ സകലത്തിനും അധികാരിയാണെന്ന തിരിച്ചറിവോടുകൂടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇനി നാം വചനത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു,
അടുത്ത ഭാഗത്തിലേക്ക് നാം പോകാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഇവിടെ കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ച് കർത്താവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു. നാം റോമാലേഖനത്തിൽ കർത്താവിന്റെ രാജ്യം എന്താണ്, അതിനൊരു ഡെഫിനിഷൻ നാം കൊടുക്കുകയാണെങ്കിൽ കർത്താവിന്റെ രാജ്യം എന്താണ് എന്ന് നാം നോക്കുമ്പോൾ റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയും. അപ്പോൾ ദൈവരാജ്യത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്താണ്? ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയും. അപ്പോൾ കർത്താവിയുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ എന്തെല്ലാമാണ്? സമാധാനം, സന്തോഷം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ സന്തോഷം, പിന്നെ നീതി. അപ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാം പാർക്കുന്ന ഇത് ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ആ പൂർത്തീകരണം, ആ നീതിയും സമാധാനവും ഹല്ലേലൂയ സന്തോഷവും പൂർത്തീകരിക്കേണ്ടത് ആരിലൂടെയാണ്? മക്കളിലൂടെയാണ്. നാം നോക്കുകയാണെങ്കിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ദൈവപിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ നാം പറയുന്നത്, ഇവിടെ കാണുന്നു പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പോൾ നാം പുത്രൻ രാജ്യത്തിലെ മെമ്പേഴ്സ് ആണ്. ഇനി മൂന്നാമതായിട്ട് നാം വീണ്ടും നോക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:20 നാം പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുന്നു ക്രിസ്തുവിൽ സേനാപതികളായി, അതായത് ആ രാജ്യത്തിന്റെ അംബാസഡേഴ്സായി. ഇനി മൂന്നാമതായിട്ട് നാം നോക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം ചിന്തിക്കുക. 3 കാര്യങ്ങൾ രാജ്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്തിന്റെ ഡെഫിനിഷൻ, അതായത് അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും സന്തോഷമാണ്. മാത്രമല്ല ഇനി ആ പുത്രന്റെ രാജ്യത്തിലെ മെമ്പേഴ്സ് ആണ് അംഗങ്ങളാണ് നാം ഓരോരുത്തരും. മൂന്നാമതായിട്ട് ആ രാജ്യത്തിന്റെ ക്രിസ്തുവിലൂടെ ആ രാജ്യത്തിന്റെ സേനാപതികളാണ്. അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം അല്ലെങ്കിൽ പിതാവിന്റെ രാജ്യം ഈ ഭൂമിയിലാകണമേ, കർത്താവിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, പോയി ഈ ഭൂമിയിലുള്ള എല്ലാവരോടും എന്ത് ചെയ്യണം? സുവിശേഷത്തെ അറിയിക്കണം. നമ്മിൽ നിന്ന് ഉയരേണ്ട ഒന്നാമത്തെ കാര്യം കർത്താവിന്റെ രാജ്യം നീതിയും സന്തോഷവും സമാധാനം എന്ന് പറയുമ്പോൾ ഒന്നാമത് അതിന്റെ അംഗങ്ങളായിരിക്കുന്ന നമ്മിൽ നിന്ന്, അതിന്റെ അംബാസഡേഴ്സ് ആയിരിക്കുന്ന നമ്മിൽ നിന്ന് എന്തുയരണം? നീതിയും സന്തോഷവും സമാധാനവും ഉയരണം. അതെങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ കൃപയോടുകൂടി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മാത്രമല്ല കർത്താവ് പറയുന്നു, ഭൂമിയിലുള്ള എല്ലാവരോടും, നമ്മളോട് ഓരോരുത്തരോടും പറയുന്നതാണ്, ഭൂമിയിലുള്ള എല്ലാവരോടും പോയി സുവിശേഷം അറിയിക്കുക. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അവന്റെ ആദ്യം സുവിശേഷം കേൾക്കുന്നവർ നമ്മയാണ് ആദ്യം നോക്കുന്നത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ കോളേജിലായിരിക്കുന്നു, ഞാനൊരാളുടെ സുവിശേഷം പറയുകയാണെങ്കിൽ, കർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആദ്യം നോക്കുന്നത് എന്നെയാണ്, എന്റെ സ്വഭാവം എങ്ങനെയാണ്. നാം ഇനി സുവിശേഷം പറയുന്നില്ല, അറിയിക്കുന്നില്ല ഇല്ല, പക്ഷേ നമ്മളുടെ കൂടെയുള്ള അനേകം രക്ഷിക്കപ്പെടണമേ, രക്ഷയെങ്കിലേക്ക് കടന്നു വരണമേ നാം ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെയും നമ്മളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ. കാരണം അവന്റെ രാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ്, അവന്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്, സേനാപതികളും അംഗങ്ങളും ആയിരിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന പോലെ അവന്റെ രാജ്യത്തിലെ ഫാക്ടേഴ്സ് എന്താണോ, റൈച്ചസ്നെസ് ആണോ, പീസ് ആണോ, ജോയ് ആണോ, എന്താണെങ്കിലും ആ രാജ്യത്തിലെ എന്താണോ കാര്യം, അത് നമ്മിൽ കൂടെ ക്രിസ്തുയേശുവിന്റെ കൃപയോടുകൂടി പ്രദർശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നാം വിട്ടുപോകുന്ന കാര്യങ്ങളാണ് നീതിയും സമാധാനവും സന്തോഷവും. അത് നമ്മളുടെ ഭൂമിയിലെ സന്തോഷവും നീതിയും അല്ല. നാം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കോടതിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു നീതി കോടതിയിൽ കാണുന്നത് പോലെ അല്ല. പല കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെയല്ല. ക്രിസ്തുവിലൂടെയുള്ള ഒരു നീതി, ക്രിസ്തുവിലൂടെയുള്ള ഒരു സന്തോഷം, ക്രിസ്തുവിലൂടെയുള്ള ഒരു സമാധാനം. പ്രാർത്ഥിക്കുമ്പോൾ നാം കർത്താവിനോട് ചോദിക്കേണ്ടത് ആരോട്? സകലത്തിനും അധികാരിയായ ദൈവത്തോട് ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
പ്രാർത്ഥനകളെ ലഘൂകരിക്കാതെ, പ്രാർത്ഥനകളെ ചില വാക്കുകളായിട്ട് അതിനെ ദൂരീകരിച്ചു കളയാതെ, അവന്റെ നീതിയെയും സന്തോഷത്തെയും, അവന്റെ രാജ്യം എന്നിലാകണമേ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തയ്യാറാക്കണമേ. ആ ഇഷ്ടത്തിലൂടെ അനേകർ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ, ആ ഇഷ്ടം അനേകരോട് പറയുവാൻ, കർത്താവിന്റെ ഗോസ്പലിനെ, കർത്താവിന്റെ സുവിശേഷത്തിനായോട് അറിയിക്കുവാൻ, അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു രാജ്യം ഇവിടെ കടന്നു വരണമെന്ന് അനേകരോട് പറയുവാൻ എന്നെ പ്രാപ്തമാക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരണം. ഇനിയും അടുത്തതായി നാം നോക്കിക്കഴിയുമ്പോൾ അടുത്ത വചനത്തിലേക്ക് നാം നോക്കാം. 11-ാം വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവിന്റെ കരുതലിനെ കുറിച്ചാണ്. നാം ആദ്യം പിതാവിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കി. രണ്ടാമത് പിതാവിന്റെ രാജ്യത്തെക്കുറിച്ച്, പിതാവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി. മൂന്നാമതായിട്ട് നാം ചിന്തിക്കാം പിതാവിന്റെ കരുതൽ, പിതാവിന്റെ പ്രൊവിഷൻ എന്താണ്. നാം ഈ നോക്കിക്കഴിയുമ്പോൾ അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പോൾ ഇവിടെ കർത്താവിന്റെ കരുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ആരിൽ നിന്നാണ് കടന്നു വരുന്നത്? പിതാവിങ്കിൽ നിന്നാണ്. അതായത് ലോകത്തിലെ ഒന്നും നമുക്ക് എന്ത് തരാൻ പ്രാപ്തിയുള്ളതല്ല, നല്ല ദാനത്തെയും തികഞ്ഞ വരത്തെയും തരുവാൻ പ്രാപ്തിയുള്ളതല്ല. ഇന്ന് നമുക്ക് ഓരോ നിമിഷവും വേണ്ടതായിട്ടുള്ള ആഹാരത്തെ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരിക്കലും ലോകത്തിന്റെ ചില കാഴ്ചകളെയോ ലോകത്തിന്റെ ചില കെട്ടുകളെയോ കണ്ടിട്ട് നമ്മെ തന്നെ ഒരിക്കലും അതിലേക്കാക്കാതെ നല്ല ദാനവും തികഞ്ഞ വരവും തരുവാൻ കഴിവുള്ളവൻ, തരുവാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം നമ്മിൽ നിന്നുണ്ടാകണം. മാത്രമല്ല, ഇന്ന് നാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം ഇപ്രകാരം പറയുന്നു, യേശു അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാൾ ദാഹിക്കുകയില്ല. അപ്പോൾ കർത്താവിനോട് അന്നുള്ള ആഹാരത്തെ ചോദിക്കണമേ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ ലോകത്തിലുള്ള ആവശ്യങ്ങളെ മാത്രം ഒരു സർക്കിളിനകത്തിലാക്കി ഒരു ലിസ്റ്റ് കർത്താവിന് കൊടുക്കുകയല്ല. ഒന്ന്, ആത്മീകമായിട്ടുള്ള ആഹാരത്തെയും, രണ്ട്, തികഞ്ഞ ദാനങ്ങളും നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, സ്വർഗത്തിലെ പിതാവാണ് എന്നുള്ളൊരു വിശ്വാസവും ഒരു ബോധ്യവും നമ്മിലുണ്ടാകണം. ഹല്ലേലൂയ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നാം കടക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, നാം ക്ഷമിക്കപ്പെടേണ്ട അത്യാവശ്യകതയും നമ്മൾ ക്ഷമിക്കേണ്ടുന്ന ആവശ്യകതയും. എന്തെല്ലാമാണ് അവിടെ കാണാൻ കഴിയുന്നത്? ഒന്ന്, നാം ക്ഷമിക്കപ്പെടേണ്ട അത്യാവശ്യകതയും നാം മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കേണ്ടുന്ന ആവശ്യകതയും. ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുകയാണെങ്കിൽ പാപങ്ങൾക്ക് ക്ഷമ തരുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇനി രണ്ടാമതായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. 1 യോഹന്നാൻ 1:9 പ്രകാരം കാണുവാൻ കഴിയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ, ഹല്ലേലൂയ,
അവിടെ മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മളോട് ക്ഷമിച്ച് ഹല്ലേലൂയ നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനിയും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അവിടെ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവയെ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. ആ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവിനോട് തന്റെ പാപത്തെ അറിയിക്കാതിരുന്ന ഒരു വ്യക്തിയുടെ ഒരു ഭാരത്തെ കുറിച്ച്. ഹല്ലേലൂയ. അവനിലുണ്ടായ ഒരു വേദനയെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഹല്ലേലൂയ. മിണ്ടാതിരിക്കുക അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു കുറവുണ്ടായി, ഒരു കുറ്റമുണ്ടായി, ഹല്ലേലൂയ സ്തോത്രം, നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാച് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾ നഷ്ടമായി പോകണമെന്നല്ല. നമുക്ക് ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി, നല്ലത് ലഭിച്ചില്ല. പക്ഷേ പിശാച് ആഗ്രഹിക്കുന്ന ആ ഇന്റർവ്യൂ നമുക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് നല്ല മാർക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ കോളേജിൽ നമുക്ക് നല്ല മാർക്ക് ലഭിച്ചില്ല. ഈ ഒരു നഷ്ടത്തെ നമ്മളിൽ ഉണ്ടാകണം എന്നല്ല പിശാച് ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ നാം എന്ത് ചെയ്യണം? കർത്താവിലുള്ള വിശ്വാസത്തെ നഷ്ടമാക്കി കളയണം. ഹല്ലേലൂയ. നമ്മളൊരു പാപം ഉണ്ടായി കഴിയുമ്പോൾ കർത്താവ് നിന്നോട് ക്ഷമിക്കത്തില്ല, കർത്താവ് നീ വിശുദ്ധനല്ല, കർത്താവ് വിശുദ്ധനാണ്, നീ വിശുദ്ധനല്ല എന്നുള്ളൊരു ധാരണ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിങ്കിൽ നിന്ന് അകറ്റുവാനുള്ള കുതന്ത്രങ്ങൾ പിശാച് മെനയും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. മിണ്ടാതിരിക്കുമ്പോൾ അവിടെ ഭാരമുണ്ടാകും. ഹല്ലേലൂയ. രാവും പകലും കർത്താവിന്റെ കരം ഭാരമായി തോന്നും. മധ്യ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ വറ്റിപ്പോകുന്നതായി നമുക്ക് തോന്നും. എന്നാൽ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ ഏറ്റുപറയും, യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. മിണ്ടാതെ ഇരുന്നപ്പോൾ കർത്താവിന്റെ കരം ഭാരമായി തോന്നി. മിണ്ടാതെ ഇരുന്നപ്പോൾ മധ്യ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ വറ്റിപ്പോകുന്നതായി തോന്നി. എന്നാൽ കർത്താവിനോട് ഏറ്റുപറഞ്ഞ നിമിഷത്തിൽ ഹല്ലേലൂയ, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ലംഘനങ്ങളെ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ലംഘനങ്ങളെ ഏറ്റു പറയുമെന്ന് ദൈവദാസൻ പറഞ്ഞ നിമിഷത്തിൽ തന്നെ കർത്താവ് അവിടെ ക്ഷമിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് കർത്താവിന്റെ വചനം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിങ്കിൽ നിന്ന് അകന്നു പോകാതെ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ചുരുക്കമായി തീരാതെ, ലഘൂകരിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, കർത്താവെ, കുറവുകൾ അനേകം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ കുറ്റങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പാപത്തിന്റെ കുറ്റങ്ങളെ ഏറ്റു പറയുമ്പോൾ അതിനെ ക്ഷമിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മിൽ ഉണ്ടാകണം. ഏറ്റു പറയുമ്പോൾ തന്നെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരുന്ന ഒരു ദൈവം ഉണ്ടാകും എന്ന് നമ്മളുടെ ചിന്തയിൽ ഉണ്ടാകണം, നമ്മൾക്ക് ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ. കാരണം സങ്കീർത്തന ഭാഗത്തിൽ നാം വീണ്ടും വായിക്കുമ്പോൾ പ്രകാരം കാണുന്നു, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് എന്നോട് പ്രാർത്ഥിക്കും. ഏറ്റു പറയുമെന്ന് ദൈവദാസൻ കർത്താവിന്റെ സന്ധിയിൽ പറഞ്ഞപ്പോൾ, ക്ഷമിച്ചു തന്ന ഒരു ദൈവത്തിന്റെ രുചിയെ മനസ്സിലാക്കിയപ്പോൾ, ക്ഷമിച്ചു തരുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ രുചിയെ മനസ്സിലാക്കിയപ്പോൾ അവിടെ പറയുകയാണ്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. പാവത്തിന്റെ കുറ്റത്തെ ഏറ്റു പറയുന്നവനോട്, എന്നിൽ കുറ്റമുണ്ടായി ക്ഷമിക്കണമേ എന്ന് ചോദിക്കുന്നവനോട്, അങ്ങനെ ആഗ്രഹിക്കുന്നവനോട്, അങ്ങനെ ഒരു പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കലേക്ക് നമ്മിൽ നിന്ന് ഉയരുകയാണെങ്കിൽ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് മറവിടമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നമ്മെ ചുറ്റുന്ന ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ കൃപ എത്ര വലിയതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാം ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നു. 13-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവിന്റെ ഗൈഡൻസിനെ നമുക്ക് കാണുവാൻ കഴിയുക.
അതായത് പിതാവിന്റെ ഗൈഡൻസ്, അതായത് ദുഷ്ടങ്കിൽ നിന്ന് എന്ത് ചെയ്യണം, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. അതായത് നമ്മുടെ ചുറ്റിലും അനേകം പരീക്ഷകളുണ്ട്, അനേകം പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ അവിടെ ഒന്നും ഞാൻ വീണു പോകാതെ എന്ത് ചെയ്യണം? കർത്താവെ, നീ എന്നെ കാത്തു പരിപാലിക്കണം. കർത്താവെ, നീ എന്റെ കൂടെ ഇരിക്കണം. കർത്താവെ, നീ എന്നെ ഗൈഡ് ചെയ്യണം. വേണ്ടതായിട്ടുള്ള ആലോചനയും ഉപദേശവും എനിക്ക് പറഞ്ഞു തരണം. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നു, നീ എന്നെ ഉപദേശം നടത്തേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരും, എന്റെ മേൽ ദൃഷ്ടി വെച്ച് നീ എനിക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ മുൻപിൽ പരീക്ഷകൾ അനവധി ഉണ്ടാകാം, പ്രശ്നങ്ങൾ അനവധി ഉണ്ടാകാം, വീണുപോകുന്ന സ്ഥാനങ്ങൾ അനവധി നമ്മുടെ മുൻപിൽ പിശാച് കൊണ്ടിടാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ നാം കർത്താവിനോട് ചോദിക്കണം, കർത്താവെ, പരീക്ഷയിൽ കടത്താതെ കാത്തു സൂക്ഷിക്കണേ, നീ എന്നെ അതിന് ഗൈഡ് ചെയ്യണമേ, നീ എനിക്ക് അതിനായിട്ടുള്ള ആലോചനയെ പറഞ്ഞു തരണമേ, നീ എന്നെ ഉപദേശിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ മുൻപിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് നോക്കാം. കാരണം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പ്രകാരം കാണുവാൻ കഴിയുന്ന സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ മനസ്സിൽ, അതായത് നാം ഈ ആത്മീക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് അനേകം ചിന്തകൾ കടന്നു വരാം. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദുഷ്ടന്റെ കൂട്ടം അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ കൂട്ടം നമ്മുടെ ചുറ്റിനുമുണ്ട്. അനേകം പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരിശോധനകൾ ഉണ്ടാകും. എന്നാൽ ആ സമയങ്ങളിലെല്ലാം നമ്മളുടെ ഹൃദയത്തിലേക്ക്, അതായത് സ്വയമേ നമ്മളുടെ ഉള്ളിൽ നിന്ന് അനേകം ചിന്തകൾ കടന്നു വരാം. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനയിൽ ഉയരേണ്ടത് നമ്മളുടെ ചിന്തകളെ അല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കർത്താവെ, ഇതിങ്ങനെ നടന്നാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ കർത്താവെ, ഇത് ഇങ്ങനൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ചിന്തകൾ പലപ്പോഴും ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ട്. പലപ്പോഴും ദൈവദാസിദാസന്മാർ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നീ കർത്താവിന് വഴിയെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കർത്താവിന് വഴി എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ. പലപ്പോഴും നാം എന്ത് ചെയ്യും? നമ്മുടെ വഴികളെ കർത്താവിലേക്ക് അറിയിക്കുവാൻ നാം വളരെ ഉത്സാഹം കാണിക്കാറുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ അനേകം പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിന്റെ കാലടികളെ സ്ഥിരപ്പെടുത്തുവാൻ, നിന്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ എന്നെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ദൈവമാണ്, അങ്ങനെയുള്ള ഒരു സ്വർഗസ്ഥനായ പിതാവിനെയാണ്, അങ്ങനെയുള്ള സർവാധികാരിയായ ഒരു ദൈവത്തിനെയാണ് നാം ഓരോരുത്തരും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ മുൻപിൽ കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്ത എന്താണ്? ഹല്ലേലൂയ. എന്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ ഞാൻ സത്യത്തോടും നീതിയോടും കൂടി നിൽക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, എന്റെ കുറവുകളെ ക്ഷമിച്ച് എന്നെ മറവിടത്തിങ്കലേക്ക് ചേർത്ത് രക്ഷയുടെ ഉല്ലാസത്തെ എന്റെ മേൽ ധരിപ്പിച്ച്, ഹല്ലേലൂയ, അങ്ങനെ നടത്തുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ എന്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ ശക്തനാണ് എന്നുള്ളൊരു ബോധ്യം, എന്നുള്ളൊരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ആ നമ്മളുടെ ആത്മീക കണ്ണുകളിലേക്ക് ആ വാക്യത്തെ നാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ഒരു ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത് പോലെ, ഹല്ലേലൂയ, വചനത്തെ നാം ക്യാപ്ചർ ചെയ്ത് വെക്കണം. ഹല്ലേലൂയ. ഹൃദയ പലകയിൽ അത് എഴുതി വെക്കണം. എന്നെ കാത്തു സൂക്ഷിക്കുവാൻ, എന്നെ പണിതെടുക്കുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, എന്നെ ഗൈഡ് ചെയ്യുവാൻ എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. എന്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ അവൻ സർവശക്തനാണ്. അവൻ സർവാധികാരിയായ ദൈവമാണ്. അവൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവൻ സ്വർഗസ്ഥനായ പിതാവാണ് എന്നുള്ളൊരു ബോധ്യം, ഹല്ലേലൂയ, നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം നമുക്കറിയാം, 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അതായത് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുകയാണ്. അതായത് പരീക്ഷ എങ്ങനെയാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ മുൻപിൽ പരീക്ഷ എങ്ങനെയാണ്? വചനം പറയുന്നത്, പിശാച് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. പരീക്ഷ നമ്മുടെ മുൻപിൽ ചുറ്റി നടക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല, നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ചുറ്റി നടക്കുന്ന പരീക്ഷ, ഈ ചുറ്റി നടക്കുന്ന പിശാച് എന്തിനാണ് വന്നിരിക്കുന്നത്? മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും. ഒന്ന്,
അവൻ അലറുന്ന സിംഹം എന്ന പോലെ. നമുക്കറിയാം, നാം ഈ മറ്റേ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, അതായത് ആനിമൽ പ്ലാന്റ്സിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു ഫോറസ്റ്റിലൊക്കെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും ഈ സിംഹങ്ങളെയൊക്കെ നാം നോക്കുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോയിൽ തന്നെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വീഡിയോയിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാറുണ്ട്. അവരിങ്ങനെ വാ തുറന്ന് ഒരു അലർച്ചയോടുകൂടി ഹല്ലേലൂയ തന്നേക്കാൾ ബലം കുറഞ്ഞ ഒരിടത്തേക്ക്, അല്ലെങ്കിൽ ബലം കുറഞ്ഞ ഒരു മൃഗത്തിനെ തന്റെ ആഹാരമാക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന കാഴ്ചകൾ പലപ്പോഴും നാം കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആരെ വിഴുങ്ങണം, എന്റെ ഇര ഏതാണെന്ന് പറഞ്ഞ് നമ്മുടെ ചുറ്റിനും വിശാലികൾ നടക്കുകയാണ്, നമ്മുടെ ചുറ്റിനും പരീക്ഷകൾ നടക്കുകയാണ്. ആ പരീക്ഷ ചുറ്റിനും നടക്കുമ്പോൾ ആ പരീക്ഷയുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഇവനെ ഞാൻ എന്തുവാ ചെയ്യണ്ടേ? മോഷ്ടിക്കണോ? അതോ ഇവനെ അറക്കുവാണോ ചെയ്യണ്ടേ? ഇവനെ മുടിക്കുവാണോ ചെയ്യണ്ടേ എന്നുള്ള ചിന്തകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ അവിടെ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിനക്ക് മറവിടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്റെ കാലടികളെ ക്രമപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിയും എല്ലാറ്റിന്റെ മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കോണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുകയും. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ പരീക്ഷയുണ്ട്, നമ്മുടെ മുൻപിൽ പ്രതികൂലമുണ്ട്, ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് പിശാച് നമ്മുടെ ചുറ്റും നടപ്പുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദുർദിവസത്തിൽ എന്ത് ചെയ്യണം? സർവായുധ വർഗം ധരിക്കണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിയും. നാം ആദ്യം ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ വാക്യം വായിച്ചപ്പോൾ അവിടെ പ്രകാരമാണ് കണ്ടത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, സമാധാനവും സന്തോഷവും നീതിയുമാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ, ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ് നമ്മൾ, ദൈവരാജ്യത്തിന്റെ സോൾജിയേഴ്സ് ആണ് നമ്മൾ, ദൈവരാജ്യത്തിന്റെ ഭടന്മാരാണ് നമ്മൾ. ആ ഭടന്മാർ എന്ത് ചെയ്യണം? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഹല്ലേലൂയ, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിലെ ചെരുപ്പാക്കി. ഹല്ലേലൂയ. നിങ്ങളുടെ അരികെ സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ഹല്ലേലൂയ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നല്ല ദാനങ്ങളെ തരുന്ന, തികഞ്ഞ വരത്തെ തരുന്ന, ഹല്ലേലൂയ, മക്കളായി ദത്തെടുത്ത ഒരു പിതാവ് കൂടെ എന്നുള്ള ഒരു വിശ്വാസത്തെ ധരിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതത്തെ കൊണ്ടുപോകുവാൻ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ അലറുന്ന സിംഹമായി നമ്മുടെ ചുറ്റും നിൽപ്പുണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മുൻപിൽ വേണം. ഹല്ലേലൂയ. നീതിയും സത്യത്തെയും ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സത്യമായ സുവിശേഷത്തെയും ധരിച്ചുകൊണ്ട്, സന്തോഷത്തെ ധരിച്ചുകൊണ്ട്, സമാധാന സുവിശേഷത്തെ ധരിച്ചുകൊണ്ട്, വിശ്വാസത്തെ ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ സർവ്വത്തിനും അധികാരിയായ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ നോക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ നമ്മുടെ കാലടികളെ സ്ഥിരമാക്കും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ലോകത്തിലെ ആവശ്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് നാം കർത്താവിന്റെ മുൻപിൽ കൊടുക്കുമ്പോൾ കർത്താവ് നമ്മെ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മാതൃകയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അർത്ഥത്തെയും ആഴത്തെയും നാം മനസ്സിലാക്കാതെ പോകും. എന്നാൽ ആ അർത്ഥത്തെ നാം മനസ്സിലാക്കി കർത്താവിനോട് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ പകരുന്ന അനുഗ്രഹം, ഹല്ലേലൂയ, നമ്മിലേക്ക് പകരുന്ന സത്യം, നമ്മിലേക്ക് പകരുന്ന നീതി, നമ്മിലേക്ക് പകരുന്ന കർത്താവിന്റെ സന്തോഷം, നമ്മിലേക്ക് പകരുന്ന കർത്താവിന്റെ വിശ്വാസം, അത് എത്രത്തോളം വിലയേറിയതാണ്, അത്രത്തോളം വലിയതാണ് എന്നുള്ളൊരു ചിന്ത നമ്മിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനയും നാം ഈ പ്രാർത്ഥനയുടെ അർത്ഥത്തെ നാം മനസ്സിലാക്കി എല്ലാ പ്രാർത്ഥനയും നാം കർത്താവിന്റെ കരത്തിലേക്ക് കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, നാം എവിടെ നിന്ന് ആയിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം? പാപത്തിന്റെ കുഴിയിൽ നിന്നായിരുന്നു, ശാപത്തിന്റെ കെട്ടുകളിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് ഹല്ലേലൂയ ഒരു നല്ലൊരു പാത്രമായിട്ട് നമ്മെ മാറ്റിയൊരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ മുൻപിൽ പുകഴുവാനൊന്നിനും യോഗ്യതയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലാക്കിക്കൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവെ, രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ. കാരണം ആ രാജ്യത്തിന്റെ പൂർണ്ണതയെ, അവന്റെ ശക്തിയെ, ഹല്ലേലൂയ, അവനിലുള്ള മഹത്വത്തെ, ഹല്ലേലൂയ, അത് നമ്മിലേക്കൊന്ന് കൊണ്ടുവരുവാനോ അതിന്റെ അധികാരം ഏറ്റെടുക്കുവാനോ നമുക്ക് എന്തില്ല, യോഗ്യതയില്ല. പക്ഷേ അവനോട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചോദിക്കാം. എന്റെ കാലടികളെ ക്രമപ്പെടുത്തണമേ എന്ന് പറയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിന്റെ രാജ്യം എന്നിൽ ആകണമേ എന്ന് പറയാം. നിന്നെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയാം. നിന്റെ കരുതൽ എന്നിൽ ഉണ്ടാകണമേ എന്ന് പറയാം. ഹല്ലേലൂയ. കാരണം നല്ല ദാനത്തെയും തികഞ്ഞ വരത്തെ നൽകുന്ന ഒരു ദൈവം നമ്മളിലുണ്ട്. ഹല്ലേലൂയ. നമ്മോട് കൂടെയുണ്ട്, നമ്മൾ അവൻ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം നാം അവന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിനുശേഷം കർത്താവ് പറയുകയാണ്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. കർത്താവ് വീണ്ടും ആ ക്ഷമയെ കുറിച്ച്, ക്ഷമ കൊടുക്കേണ്ടതിനെ കുറിച്ച്, ക്ഷമ പ്രാപിക്കേണ്ടതിനെ കുറിച്ച് വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിന്തിക്കാം, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലും നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കയില്ല. നാം ക്ഷമിക്കത്തില്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ല. നാം വളരെ വലിയ വ്യാഖ്യാനത്തിലേക്ക് ആ വാക്യത്തിൽ കടക്കേണ്ടതില്ല. ഇത്രയും പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇത്രയും വചനം നമുക്ക് മനസ്സിലായെങ്കിൽ, 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലായെങ്കിൽ, കർത്താവിന്റെ വലിപ്പം എന്തെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം എന്ത് ചെയ്യണം? അവന്റെ മുൻപിൽ നാം ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളുടെ മുൻപിലാക്കിക്കൊണ്ട്, കർത്താവിന്റെ വലിപ്പവും നാം ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിലാക്കിക്കൊണ്ട്, നമ്മളുടെ മുൻപിൽ നമ്മളുടെ മുൻപിൽ അനേക തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, നമ്മളോട് അനേകം പിഴകൾ നമ്മളോട് ചെയ്തിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ആ തെറ്റുകളെ, ആ പിഴകളെ അവരോട് ക്ഷമിക്കുവാൻ. ഹല്ലേലൂയ. കാരണം എന്താ? നമ്മളുടെ കർത്താവ് നമ്മളോട് ക്ഷമിച്ചവനാണ്. ഹല്ലേലൂയ. കണ്ടാൽ ആളല്ല എന്ന വിധം എന്ത് ചെയ്തു? ഒരു വികൃത രൂപമായി തീർന്നു. തന്നെത്താൻ അവൻ താഴ്ത്തി, തന്നെത്താൻ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. മിണ്ടാതിരുന്നു, ഒരു ഊമയെ പോലെ മിണ്ടാതിരുന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ മുൻപിൽ അനേകം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നീ തന്നെയോ, നീ തന്നെയോ, നീ തന്നെയോ എന്നുള്ള ചോദ്യത്തിന് കർത്താവ് അതേ ഉത്തരം പറഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊന്നും കർത്താവ് മറുപടി പറഞ്ഞില്ല. കാരണം അവന്റെ കണ്ണുകളിൽ കൂടെ, അവന്റെ മുൻപിലൂടെ കടന്നുപോയത് നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രമാണ്. അങ്ങനെ വിളിക്കുവാൻ ലഭിച്ചൊരു ഭാഗ്യ പദവിയാണ് അബ്ബാ പിതാവേ. അങ്ങനെ ലഭിച്ചൊരു ഭാഗ്യ പദവിയാണ് അബ്ബാ പിതാവേ. ആ ഒരു തിരിച്ചറിവോടുകൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഒരു വൃഥാവായി പോകാതെ, ലഘൂകരിക്കാതെ, പ്രാർത്ഥിക്കണമെന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാതെ, പെന്തക്കോസ്തിലായി എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാതെ, നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാരം പറയണം, സ്വർഗസ്ഥനായ പിതാവേ, നീ സകലത്തിനും അധികാരിയാ, ഞാൻ ഒന്നുമല്ല. നീ എന്റെ പാപത്തെ ക്ഷമിച്ചതിനായിട്ട് സ്തോത്രം. മറ്റുള്ളവരുടെ പാപത്തെ ഞാനും ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ ഇതിന് തയ്യാറാക്കണമേ. നിന്റെ രാജ്യം നീതിയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാണ്. ആ രാജ്യത്തിന്റെ പ്രതിനിധിയാണ് നാം ഓരോരുത്തരും. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, അത് മറ്റുള്ളവരിലേക്ക് നമ്മളുടെ സ്വഭാവത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ.